നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ പലർക്കും വണ്ടി തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് ഏത് കൊള്ളാം, അങ്ങനത്തെ ഒരു കാര്യങ്ങളും വലിയ അറിവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഈ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുമോ, വീൽ ഡിസ്കിന് ക്ലെയിം കിട്ടുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. ഈ ക്ലെയിം എന്ന് പറയുമ്പം സംഗീതം പോലെയാണ്. അത് നമ്മൾ പഠിച്ചാലും തീരില്ല. പല വിധത്തിലുള്ള ക്ലെയിമുണ്ട്. അത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ് മൊത്തം ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ട് 100% നമ്മൾ അറിഞ്ഞിരിക്കണം. പലർക്കും പല അബദ്ധങ്ങളും പറ്റി ക്ലെയിം കിട്ടാതെ പോകുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ക്ലെയിമിനെ കുറിച്ച്, ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. നമ്മളെന്തായാലും ഡ്രൈവിംഗ് പഠിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മൾ പകൽ വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ജനറൽ ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യേണ്ടതെല്ലാം എന്തൊക്കെ ഫുള്ളല്ല, ഒരു കുറച്ചെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഡ്രൈവിംഗ് പോലെയാണ് നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ അറിവുണ്ടെങ്കിലും, അപ്പോൾ നമ്മൾ ബൈ ചാൻസ് ലോങ് പോകുമ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. വേറെ ഒന്നുമില്ലാന്നേ, സിമ്പിളാന്നേ, ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ കയറി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആക്സിഡൻ്റ് കേസുകൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബൈക്ക് തട്ടിക്കഴിഞ്ഞാൽ എലി കടിച്ചാൽ ക്ലെയിം കിട്ടുമോ, പട്ടി കടിച്ച ക്ലെയിം കിട്ടുമോ, അങ്ങനത്തെ ഒരുപാട് ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കാണുക. നമുക്ക് എല്ലാം അറിവല്ല, ജസ്റ്റ് ഒരു അറിവ് നമ്മളെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക. പിന്നെ ലോങ് യാത്ര പോകുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. ഇപ്പോൾ നമ്മളിപ്പം ഡ്രൈവിംഗ് പഠിച്ച് ടെസ്റ്റ് പാസ്സാവുന്നു, റോഡിൽ വണ്ടി ഓട്ടിക്കുന്നു, അതിൽ കാര്യമില്ല. നമ്മൾ റോഡിൽ വണ്ടി ഓട്ടിക്കുന്ന സമയത്ത് നിയമങ്ങളും കാര്യങ്ങളും പാലിക്കുന്നതോടൊപ്പം ഈ ഒരു ചെറിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമ്മളെ റോഡിൽ നിന്ന് ഒഴിവാകും. നമ്മൾ അത്രയും സേഫ്റ്റി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനും ഒരു ധൈര്യത്തോടെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു മൈൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ നമുക്കിപ്പം പെയിൻറ്റിങ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്